ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. നമ്മുടെ പാറശാല മുതൽ തിരുവനന്തപുരം വരെയുള്ള ഡബിളിംഗ് അപ്ഡേറ്റ്സിൻ്റെ ഒന്നാം പാർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. പാറശാല തൊട്ട് തിരുവനന്തപുരം വരെ എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തം വീഡിയോ 2 പാർട്ട് നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെയാണ്. അതിൽ ആദ്യത്തെ പാർട്ട് പാറശാല മുതൽ തിരുവനന്തപുരം വരെ ആയിരിക്കും. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ എൻ്റെ വീഡിയോകളിൽ നേരത്തെ പറഞ്ഞതുപോലെ കൺസ്ട്രക്ഷനൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. സ്ഥലമൊക്കെ വിട്ടുകൊടുത്ത ശേഷം പുതിയ വീടുകളൊക്കെ നിർമ്മിക്കുന്ന തിരക്കിലാണ് ആളുകൾ. അങ്ങനെ ആക്ച്വലി കുറച്ച് ഓടിയാണ് വന്നത്. അത് കാരണം എനിക്ക് സ്റ്റേഷൻ്റെ ഏരിയയിലുള്ള വീഡിയോസൊന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ പറയുക, അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ പരമാവധി കാണിക്കാൻ ശ്രമിക്കാം. അനന്തപുരി എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര, അനന്തപുരി സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ ഇവിടെ മുകളിലൊക്കെ ലെവലിംഗ് വർക്കുകളൊക്കെ നല്ല തോതിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ മണ്ണെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ പറയുക, ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ രീതി ഘടന അങ്ങനെയാണ്. കുന്ന് കയറുന്നു, കുന്നിറങ്ങുന്നു, കുന്ന് കയറുന്നു, കുന്നിറങ്ങുന്നു. ഒരുപാട് ഗ്രേഡിയൻസ് ഉള്ള റൂട്ടാണ്. അപ്പോൾ അത് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ മണ്ണെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തനൂച്ചൂർ സ്റ്റേഷൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇടിച്ചക്കപ്ലാമൂട് എന്ന് പറയുന്ന സ്ഥലമൊക്കെ ലോക്കൽ സ്ഥലമൊക്കെ എത്തുന്നു. കുറച്ച് മുന്നിലോട്ടൊരു റൈറ്റ് ഹാൻഡ് കർവുണ്ട്. ഇത് തന്നെ ഏകദേശം നമ്മളവിടെ എത്തുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല തോതിൽ ലെവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ സംരക്ഷണ ഭിത്തിയൊക്കെ കെട്ടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. വാർക്കുന്നതിലേക്കുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നതാണ് നമ്മുടെ ഇടിച്ചക്കപ്ലാമൂടിൻ്റെ നാഷണൽ ഹൈവേ ആണ് കാണുന്നത്. വെള്ളം പോകാനുള്ള ചാലുകളൊക്കെ അവർ നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ പാറശാലയിൽ കൊണ്ടുവന്ന് 2 വീലർ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അപ്പോൾ തിരിച്ചുള്ള വീഡിയോ നമ്മളിപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് അങ്ങ് ചെയ്യാമെന്നാണ് പ്ലാൻ. ഇത് നമ്മുടെ തനൂച്ചൂർ സ്റ്റേഷനാണ്. നമ്മുടെ വണ്ടി സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പില്ല. ഇവിടെയും സംരക്ഷണ ഭിത്തികളൊക്കെ കെട്ടി അടുത്തത് ലെവലിങ്ങിന് വേണ്ടിയിട്ടുള്ള മണ്ണും മറ്റുമൊക്കെ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. വയലിൽ നടക്കുന്ന ഒരു പാലം ഞാൻ പറഞ്ഞിരുന്നു, അതാണ് ഈ മുന്നിൽ കാണുന്ന പാലം. പഴയ പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മിക്കുന്നതിലേക്കുള്ള പ്രവൃത്തികൾ ഇവിടെ നടക്കുന്നുണ്ട്. നല്ല തോതിൽ ലെവൽ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം LC നമ്പർ 12 അടുത്തേക്ക് എത്തുന്നുണ്ട്.
ഫൗണ്ടേഷൻ്റെ ഭിത്തികളൊക്കെ കൺസ്ട്രക്ഷൻ പുരോഗമിക്കുകയാണ്. ഇനി അടുത്തത് അമരവിള സ്റ്റേഷൻ്റെ ഭാഗങ്ങളാണ്. അനന്തപുരി എക്സ്പ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് ഏറ്റവും ആദ്യം തിരുവനന്തപുരത്ത് എത്തുന്ന വണ്ടിയിൽ നിന്ന്, അതായത് ചെന്നൈയിൽ നിന്ന് ഏറ്റവും വൈകി പുറപ്പെട്ട് ഏറ്റവും ആദ്യം തിരുവനന്തപുരം സെൻട്രലിൽ എത്തിച്ചേരുന്ന വണ്ടി എന്ന് നമുക്ക് അനന്തപുരിനെ വിശേഷിപ്പിക്കാം. മറ്റു വണ്ടികൾ നമ്മുടെ മെയിലായാലും സൂപ്പർ ഫാസ്റ്റ് ആയാലും അധിക ദൂരം ഓടിയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അനന്തപുരിക്ക് വളരെ കുറവ് ദൂരം മാത്രം ഓടിയാൽ മതി. ഇതാണ് അമരവിള ലെവൽ ക്രോസ്. അതിനുശേഷം അവിടെ എന്തോ ബിൽഡിങ് കൺസ്ട്രക്ഷൻ നടന്നു വരുന്നുണ്ട്. അടുത്ത സ്റ്റേഷനാണ്. ഇവിടെയും നല്ല തകൃതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. ഈ സൈഡിലുള്ള പ്ലാറ്റ്ഫോം ഭാവിയിൽ പൊളിക്കും. ഇവിടെയാണ് താഴേക്കുള്ള, അതായത് ഡൗൺ ലൈൻ ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ അപ്പുറത്ത് പുതിയ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് ഈ വശത്ത് പുതിയ പ്ലാറ്റ്ഫോം, പുതിയ ട്രാക്ക് എന്നിവയൊക്കെ നിർമ്മിക്കുന്നത്. അതാണ് ഞാൻ എൻ്റെ പഴയ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള നോൺ ഇൻ്റർലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ഗേറ്റാണ് ആ കണ്ടത്. ഇനി അടുത്തത് നമ്മുടെ നെയ്യാറ്റിൻകര സ്റ്റേഷനാണ്. നെയ്യാറിന് കുറുകെയുള്ള പുതിയ പാലം നിർമ്മിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഏകദേശം നെയ്യാറ്റിൻകര സ്റ്റേഷൻ എത്തുന്നു. നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ മെയിൻ ലൈനിലേക്ക് തന്നെയാണ് നമ്മളെ എടുക്കുന്നത്. വണ്ടി ഇതാ ഇത്രയും നീളമുണ്ട്. മൊത്തം കാട് പിടിച്ചെടുക്കാണല്ലോ. ആൾക്കാരൊക്കെ ഓടി വരുന്നുണ്ട്. അനന്തപുരി കയറാനുള്ള ആളുകളാണ്. അപ്പോൾ ഇവിടുത്തെ പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഇതാണ് പുതിയ ബിൽഡിങ്ങൊക്കെ, സ്റ്റേഷൻ ബിൽഡിങ്. അതോടൊപ്പം ഇവിടെ ഒരു സൈഡിങ് വരുന്നുണ്ട്. നമ്മുടെ ട്രാക്ക് മെഷീൻ്റെയൊക്കെ സൈഡിങ് വരുന്നുണ്ട്. അപ്പോൾ ആ സൈഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് അപ്പുറത്ത് കാണുന്നത്. അപ്പോൾ നിർത്തി വെച്ചിരുന്ന ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആളുകൾ ബിൽഡിങ്ങൊക്കെ തേക്കുന്നതൊക്കെ കാണാം. അപ്പോൾ ഇവിടുത്തെ കോൺട്രാക്റ്റ് വീണ്ടും ലൈവായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ ഒരു പ്ലാറ്റ്ഫോം കണ്ടോ, ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അപ്പുറത്തായിട്ടായിരിക്കും നമ്മുടെ ട്രാക്ക് മെഷീൻ്റെ സൈഡിങ് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള റൂമാണ് അവിടെ ആ കാണുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി നെയ്യാറ്റിൻകരയിൽ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നെയ്യാറ്റിൻകരയിൽ ഷെയർ ചെയ്യാനുള്ള സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ മുടങ്ങി കിടന്നിരുന്ന കൺസ്ട്രക്ഷൻ വർക്കുകൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആ വർക്കുകൾ ഇവിടെ നടക്കുന്നത് നമ്മൾ നമ്മുടെ വീഡിയോയിൽ കണ്ടു. അപ്പോൾ അവരവിടെ മുകളിൽ അതായത് ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരുന്ന ബിൽഡിങ്ങിൻ്റെ തേച്ച് മിനുക്കുന്ന പരിപാടികളിലാണ് ജോലിക്കാരിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നെയ്യാറ്റിൻകര സ്റ്റേഷൻ. ഈ സൈഡിലാണ്, ഈ ബോർഡിന് അപ്പുറത്തായിട്ടുള്ള സൈഡിലാണ് നമ്മുടെ ട്രാക്ക് മെഷീൻ്റെ സൈഡിങ് വരാൻ പോകുന്നത്. അവിടെ ഇനി പുതിയ ട്രാക്കുകളൊക്കെ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലവും കൂടെ കഴിഞ്ഞ് കുറച്ച് മുന്നിലായിട്ടൊരു പാലമുണ്ട്. ആ പാലം വരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞ് മാത്രമേ കാഴ്ചകൾ കാണിക്കുവാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ ആ സ്ഥലങ്ങൾ എത്തുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ നേമം സ്റ്റേഷൻ എത്തണം, പിന്നെ അവിടെ മാത്രമേ കാഴ്ചകൾ പിന്നെ ഉള്ളൂ. NSSൻ്റെ കരയോഗ മന്ദിരം, ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ കുറച്ച് സ്ഥലമൊക്കെ പോകും. ആ കാണുന്ന മതിലൊക്കെ പൊളിച്ച് നീക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു ഉപേക്ഷിച്ച വീടാണ്. ഇവിടെയും കട്ടളയൊക്കെ ഇളക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതും ഉടനെ ഇടിച്ച് നിരത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി നെയ്യാറ്റിൻകരയിൽ നിന്ന് പുറപ്പെട്ട് ഒരു ചെറിയ കയറ്റം കയറി സ്പീഡ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തൊരു പാലമുണ്ട്. ആ ഒരു പാലം കൂടെ കാണിച്ചു കഴിഞ്ഞാലാണ് പിന്നീട് കുറച്ച് ദൂരം കഴിഞ്ഞിട്ടേ നമുക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ളൂ. ഇവിടെ ഇതാണ് ആ പാലം കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലം. മുകളിൽ കമ്പിയൊക്കെ കാണാം. അപ്പോൾ ഗർഡറുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ പുതിയ പാലം കൺസ്ട്രക്ട് ചെയ്ത് പഴയ പാലം പൊളിച്ച് കളയുമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം നേമത്തിൻ്റെ അടുത്ത് മാത്രമേ കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ളൂ. അവിടെ എത്തുമ്പോൾ നമുക്ക് ബാക്കി വീഡിയോകൾ പകർത്താം. അപ്പോൾ നമ്മൾ ബാലരാമപുരം സ്റ്റേഷൻ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിലെ താരമാണ് ബാലരാമപുരത്തെ ലെവൽ ക്രോസ്. ഇവിടെയൊക്കെ മേൽപ്പാലമൊക്കെ വരും. അതെല്ലാം പ്രപ്പോസലുണ്ട്. ആ ഒരു നമ്മുടെ ബാലരാമപുരം കാട്ടാക്കട റോഡിനൊക്കെ മേൽപ്പാലം പ്രപ്പോസലുള്ളതാണ്. പിന്നെ അതേപോലെ നമ്മുടെ വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട താൽക്കാലിക കണ്ടെയ്നർ ടെർമിനൽ ബാലരാമപുരമാണ്. അതേപോലെ തന്നെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, വിട്ടുകൊടുത്ത സ്ഥലത്തിനപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ ആളുകൾ അവരുടേതായിട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് കാണാം. മനോഹരമായൊരു പശുവിൻ്റെ ഫാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയ തോതിലൊക്കെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. ഒരാൾ ആ മുന്നിൽ കൂടെ നടക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഹോണടി കേൾക്കാം. അങ്ങേര് ട്രാക്കിൽ നിന്ന് മാറുന്നുമില്ല. ഒന്ന് ഹോണടിച്ച് എന്നിട്ടും അങ്ങേര് പുറകോട്ട് നോക്കി നടക്കുക. ജസ്റ്റ് ആളുകളുടെയൊക്കെ ഒരു സ്വഭാവം. ഇവിടങ്ങളിലൊക്കെയുള്ള മരങ്ങളൊക്കെ വെട്ടി നിരത്തി ലെവൽ ചെയ്തിട്ടുണ്ട്. വാഴകൾ എനിക്ക് തോന്നുന്നു കൊലച്ച് നിൽക്കുന്ന വാഴകളാണ്. അതിന് സമയം കൊടുത്തിട്ടുണ്ടാവും. കപ്പയൊക്കെ ഉണ്ട്. നമ്മൾ പാലാനം തുരങ്കത്തിലേക്ക് കയറുന്നു. ഇനിയിപ്പോൾ നമുക്ക് നേമം അടുത്താകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ദൃശ്യങ്ങൾ പകർത്തുവാൻ വേണ്ടിയുണ്ട്. അപ്പം നമ്മുടെ വണ്ടി നെയ്യാറ്റിൻകരയും ബാലരാമപുരം തുരങ്കവുമൊക്കെ കടന്ന് നമ്മൾ അതാ തിരുവനന്തപുരം സൗത്ത് അഥവാ പഴയ നേമം സ്റ്റേഷൻ്റെ ഏരിയയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇടതുവശത്തായിട്ട് നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം. കൺസ്ട്രക്ഷൻ വർക്ക്, അതായത് ലെവലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുള്ളതായിട്ട് കാണാം. കുറച്ച് മുന്നിലായിട്ടാണത്. നേമത്തെ സ്കിപ്പ് കണ്ടോണം നിങ്ങൾ. ഇവിടെയാണിതാ ലെവലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടം തൊട്ടുള്ള ഏരിയ നേമത്തിൻ്റെ യാർഡായിരിക്കും. പുതിയ പാലം ഇവിടെ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. അതിനായിട്ടുള്ള ലോറികളൊക്കെയാണ്, കോൺക്രീറ്റ് മിക്സറുകളൊക്കെയാണ് അവിടെ കണ്ടത്. നേമ സ്കിപ്പാണ് നിങ്ങൾ കാണുന്നത്. അടിച്ച് പറത്തിയാണ് പോകുന്നത്. കാരണം ഇവൻ തിരുവനന്തപുരത്ത് എത്തിയിട്ട് വേണം
അവർക്ക് നമ്മുടെ ഏതാ പറയുക, ആദ്യത്തെ വണ്ടി പൂനെ കന്യാകുമാരിനെ തിരിച്ച് കന്യാകുമാരി റൂട്ടിലോട്ട് വിടാനായിട്ട് ഇവിടെ പുതിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നിങ്ങൾക്ക് കാണാം. വള്ളം പോകാനുള്ള ചാലുകൾ ഇവിടെ എന്തോ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. എന്തെങ്കിലും SSPLO ആയിരിക്കണം. അപ്പോൾ അവിടെ ഒരു ചെറിയ തോതിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ബാക്കി ഇനി എന്തെങ്കിലും കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. കുറച്ച് മുന്നിലായിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച ഒരു പാലമുണ്ട്. ആ ഒരു പാലം ഒന്ന് കാണിക്കാം. അതായത് നമ്മുടെ സ്റ്റുഡിയോ റോഡിന് കുറുകെയാണ് ആ പുതിയ പാലം നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. കണ്ടതാണ് പാലം. ഇതാണ് നമ്മുടെ കരമന അടുത്ത് പുതിയ പാലം കൺസ്ട്രക്ട് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. റോഡ് ഓവർ ബ്രിഡ്ജാണ്. അപ്പോൾ ഇത് പഴയ പാലമാണ്. ഈ പഴയ പാലം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് പുതിയ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കാണാം. അവിടെ മുകളിലായിട്ടാണ് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കാണാം. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് തിരിച്ചു വരുന്ന വഴിക്ക് പകർത്താം. അത് കഴിയുമ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നുള്ള മടക്കയാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ വണ്ടി പതുക്കെ നാഗർകോവിൽ റൂട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ വന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ കാഴ്ചകൾ കണ്ട് പാറശാല വരെ പോകാം. അനന്തപുരി എക്സ്പ്രസ് തന്നെയാണ്. അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അല്ല, സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ കുറച്ച് മുന്നിലായിട്ട് നമുക്ക് കാഴ്ചകൾ ആരംഭിക്കും. അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഏകദേശം നമ്മുടെ കിള്ളിയാറിൻ്റെ അടുത്തെത്തണം. ഇവിടെയൊക്കെ മുകളിലായിട്ട് നമ്മുടെ ഡബ്ലിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ലെവലിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ്. പക്ഷേ ഈ മരങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ പുതിയ ട്രാക്ക് വരേണ്ടത് ഈ ഭാഗത്താണ്. ഇവിടെയാണ് പുതിയ ട്രാക്ക് വരേണ്ടത്. ഇവിടെയൊക്കെ മണ്ണൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ലെവലിംഗ് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ പുതിയ അപ്ഡേറ്റ് ആയിരുന്നു. അവിടെ ഒരു നടവഴിയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇത് കിള്ളിയാർ നദിയാണ്. ആദ്യത്തെ ലെവൽ ക്രോസ് ആണ് ഈ റൂട്ടിൽ. ഇവിടങ്ങളിൽ പണ്ട് നടന്ന അത്രയും വർക്കുകൾ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ബൗണ്ടറി വോളൊക്കെ കെട്ടുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കുഴികളൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ബൗണ്ടറി വോളൊക്കെ പുതിയതായിട്ട് അവിടെ നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് കാണാം. വണ്ടി സൂപ്പർ ഫാസ്റ്റാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ ലെവൽ ക്രോസ് നമ്മൾ പാസ് ചെയ്തതാണ്. വണ്ടി സൂപ്പർ ഫാസ്റ്റാണ്. അപ്പോൾ നെയ്യാറ്റിൻകര പാറശാല മാത്രമാണ് നമുക്ക് സ്റ്റോപ്പുകളുള്ളത്. അത് കാരണം അത്യാവശ്യം ലെങ്ത്ത് കുറച്ച് തന്നെ നമുക്ക് വീഡിയോ കിട്ടും. ആദ്യത്തെ വണ്ടിയായിട്ടുള്ള ക്രോസിങ്, അതായത് പുനലൂരായിട്ടുള്ള ക്രോസിങ് മിക്കവാറും നെയ്യാറ്റിൻകര ആയിരിക്കണം. അപ്പോൾ ഇവിടങ്ങളിൽ പുല്ലൊക്കെ വളർന്നു നിന്ന സ്ഥലങ്ങളായിരുന്നു. അവിടെ പക്ഷേ ആരൊക്കെയോ ഒന്ന് ഉഴുതു മറിച്ച് പോയിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് കരമന അടുത്തുള്ള പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലം കാണാൻ പറ്റും. അത് പക്ഷേ അവിടെ മുകളിലാണ് വർക്കുകൾ നടക്കുന്നത്. അവിടെ മുകളിൽ നിന്നുള്ള കാഴ്ച ഞാൻ പിന്നീട് ഒരിക്കലും അല്ലെങ്കിൽ ഞാനത് സെക്കൻഡ് പാർട്ടിൻ്റെ കൂടെ ഞാനത് അപ്ലോഡ് ചെയ്യാം. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം റീറ്റെയിനിങ് വാളിൻ്റെ, അതായത് ബൗണ്ടറി വാളിൻ്റെ വർക്കുകൾക്ക് വേണ്ടിയിട്ട്
സെറ്റിംഗ് ആണ് നടക്കുന്നത്. ഇവിടേക്ക് ബാക്കി ഉണ്ടായിരുന്ന ലെവലിംഗ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വീതിക്കാണ് ഇവിടെ സ്ഥലമെടുത്ത് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. മറ്റേ ആ വീട് വരെയുള്ള ഏരിയയിൽ ഞാൻ എൻ്റെ പഴയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു നടുക്ക് ഒരു വീട് മാത്രമായിട്ട് നിൽപ്പുണ്ട്. അതിനടുത്ത് വരെയുള്ള സ്ഥലങ്ങളിൽ ലെവലിംഗ് വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇത് 3ാമത്തെ ലെവൽ ക്രോസാണ് നമ്മുടെ നാറോയിൽ റൂട്ടിലോട്ടുള്ള. ഈ ബിൽഡിങ്ങൊക്കെ പൊളിച്ചു മാറ്റപ്പെടും. ഇവിടെ നമ്മുടെ കരമനയാറിന് കുറുകെയുള്ള പാലം നിർമ്മിക്കുന്ന പാലത്തിന് സാമഗ്രികൾ എത്തിക്കുന്ന ലോറികളാണ് നിങ്ങളെ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഗിർഡറുകൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. പിയറുകളൊക്കെ അവിടെ റെഡിയായി വരുന്നു. ഇതൊരു റോഡാണ്, വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു അണ്ടർപാസ്സാണത്. നമ്മൾ ഏകദേശം നമ്മുടെ പാപ്പനംകോട് എസ്റ്റേറ്റ് ഭാഗത്തേക്ക് നീങ്ങുന്നു. ഇവിടെയാണ് പാപ്പനംകോട് എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലം. മുകളിലായിട്ടാണ്, നേരെ മുകളിൽ കാണുന്നത് ഒരു ബ്രിഡ്ജ് വരും. ഇനി ആ ബ്രിഡ്ജിൻ്റെ അവിടെയാണ് പാപ്പനംകോട് എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലം. മണ്ണെടുത്ത് ആ ഒരു പാലം ഒഴികെയുള്ള സ്ഥലമെല്ലാം മണ്ണെടുത്ത് ലെവലാക്കിയിട്ടുണ്ട് അവർ. ഇവിടെ ഒരു പാലമുണ്ട്. അതായത് നമ്മുടെ എരണിയൽ മുതൽ നാറോയിൽ ടൗൺ വരെയുള്ള ഡബിളിംഗ് വർക്കുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ തൊട്ടടുത്തതായിട്ട് പൂർത്തിയാക്കാൻ പോകുന്ന ഒരു റൂട്ടെന്ന് പറയുന്നതാണ് നമ്മുടെ തിരുവനന്തപുരം മുതൽ നേമം വരെയുള്ള, അതായത് തിരുവനന്തപുരം സൗത്ത് വരെയുള്ളൊരു ഭാഗമാണ് രണ്ടാമതായിട്ട് കമ്മീഷൻ ചെയ്യുക എന്നാണ്
മാറ്റി അവിടെ നിന്നുള്ള മണ്ണുകൾ വെച്ചായിരിക്കും ഇതുപോലെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ലെവലിംഗ് വർക്കുകൾ നടക്കുക. വെള്ളം പോകാനുള്ള ചാലുകളൊക്കെ ഒരുപാടെണ്ണം അവിടെ നിർമ്മിക്കുന്നുണ്ട്. എല്ലായിടത്തും നിങ്ങൾക്ക് കാണാം നല്ല തോതിൽ കൺസ്ട്രക്ഷൻ പുരോഗമിക്കുന്നുണ്ട് ഈ റൂട്ടിൽ. ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം പാതിരാമ്പരം തുരങ്കത്തിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാതിരാമ്പരം തുരങ്കത്തിൻ്റെ അടുത്തും നല്ല തോതിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പുതിയ പാലങ്ങളും അത് നിർമ്മിക്കാൻ വേണ്ട ഗർഡറുകളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മൾ പാതിരാമ്പരം തുരങ്കത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അത് കഴിഞ്ഞായിരിക്കും പാതിരാമ്പരം സ്റ്റേഷൻ. ഇവിടെയൊക്കെ നല്ല തോതിൽ നല്ല വീതിക്ക് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പുതിയ അപ്ഡേറ്റാണ്. മീറ്റർ നീളമുള്ള തുരങ്കം. തുരങ്കം എത്തിയ ആർക്കെയിലൊക്കെ പോവാൻ തോന്നും. പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ് നമുക്ക്. പുതിയതായിട്ട് വർക്കുകൾ നടന്നിട്ടുണ്ട്. അതായത് ഈ ഒരു JCB പോകുന്ന കണ്ടതോ അങ്ങോട്ടൊക്കെ അവിടെ മുകളിലൊക്കെ മലയുടെ മുകളിലൊക്കെ വർക്കുകൾ പുതിയതായിട്ട് നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ ലോറികൾ കിടപ്പുണ്ട്. ഈ കാണുന്ന വഴിയൊക്കെ പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ അതൊരു പുതിയ അപ്ഡേറ്റാണ്. പിന്നെ നമുക്കിവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കണം ഏതെങ്കിലും ഒരു ദിവസം. അവിടെ കണ്ടോ മുകളിൽ വരെ കാണാം. റോഡ് വരെ ഇപ്പോൾ ക്ലിയറായിട്ട് കാണാം. അതൊക്കെ പുതിയ അപ്ഡേറ്റാണ്. ഇവിടെയൊക്കെ വീടുകളൊക്കെ നീക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഭാവിയിൽ ഒരു ഇറങ്ങിയ മൊത്തം വണ്ടിയിലല്ലോ, ഭാവിയിലൊരു 3 ലൈനെങ്കിലും ഇവിടെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2 നമ്മുടെ തിരുവനന്തപുരം നാഗർകോവിൽ ലൈനുകളും അതോടൊപ്പം തന്നെ പുതിയ നമ്മുടെ ബാലരാമപുരം സ്റ്റേഷനിൽ നിന്ന് പുതിയ പോർട്ടിലേക്കുള്ള ലൈനും ഈ ഒരു സ്ഥലത്തു കൂടിയായിരിക്കും പോകുന്നത്. കുറച്ച് ദൂരം പോയിട്ട് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ദൂരം പോയിട്ട് മുന്നേക്ക് കുറച്ച് ദൂരം പോയിട്ട് ആ ടണൽ കഴിഞ്ഞിട്ടായിരിക്കും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോവുക. അപ്പോൾ നമ്മുടെ വണ്ടി മൊത്തത്തിൽ ടണലിൽ നിന്ന് പുറത്തിറങ്ങി. ആദ്യം എന്തിനാണ് ഹോൺ അടിച്ചത്? ആരെങ്കിലും അവിടെ ട്രാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തത് ബാലരാമപുരം ലെവൽ ക്രോസ് ആണ്.
താൽക്കാലിക കണ്ടെയ്നർ ടെർമിനലും എന്താ പറയുക ബാലരാമപുരത്തെ വലിയ സ്റ്റേഷനും എല്ലാം വരേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെയും ചെറിയ തോതിലുള്ള ഇടിച്ചു പൊളിക്കലുകളും ലെവലിംഗ് വർക്കുകളും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ മാറും. കാരണം അവിടെ മുകളിലൊക്കെ കുറച്ച് ഇടിച്ചു പൊളിച്ച വീടുകളൊക്കെ ഇടിച്ചു പൊളിച്ചതായിട്ട് നമുക്ക് കാണാം. ഇവിടെയൊക്കെ ഇനി ലെവൽ ചെയ്ത് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇവിടെയൊക്കെ ആക്ച്വലി മൊത്തത്തിൽ സെറ്റപ്പ് ഒന്ന് മാറും. കാരണം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ എല്ലാം വന്ന് ബാലരാമപുരമൊക്കെ നല്ലപോലെ വികസിക്കാൻ പോവുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് താൽക്കാലിക കണ്ടെയ്നർ ടെർമിനലും അതേപോലെ തന്നെ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ്സൊക്കെ ഇവിടെ വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെ നമ്മൾ ബാലരാമപുരം സ്റ്റേഷനും കടന്നു. ഇനി അടുത്തത് നെയ്യാറ്റിൻകര സ്റ്റേഷനിലെ കാഴ്ചകളാണ്. ഈ ഒരു ഭാഗത്ത് കുറച്ച് വർക്കുകളെ നടന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മളൊരു കർവ് വളഞ്ഞ റൈറ്റിലോട്ട് കയറി ഏകദേശം നെയ്യാറ്റിൻകര സ്റ്റേഷൻ അടുത്തു. നേരത്തെ ഞാൻ രാവിലത്തെ വീഡിയോയിലൊരു പാലം കിടക്കുന്നുണ്ട് പറഞ്ഞിരുന്നു. ആ ഒരു പാലം കിടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. എടുത്ത ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ തൊട്ട് നിർമ്മാണ പ്രവൃത്തികൾ, ലെവലിംഗ് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നെയ്യാറ്റിൻകര സ്റ്റേഷൻ്റെ യാർഡിലേക്കുള്ള പുതിയ വഴിയാണ്. ഈ ഒരു ഭാഗത്താണ് പുതിയ ട്രാക്ക് വരിക. മുകളിലേക്കാണ് ആ പാലത്തിൻ്റെ ഗിർഡർ വരുന്നത്. അപ്പോൾ അതിനുള്ള ഗിർഡറുകളൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ നേരെ മെയിൻ ലൈനിലേക്കാണ് കയറ്റുന്നത്. പുനലൂരുണ്ടോ എന്തോ ഇവിടെ, അല്ലെങ്കിൽ പാറശാലയായിരിക്കും പുനലൂരിൻ്റെ ക്രോസിംഗ്. തകൃതിയായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. പുതിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഏകദേശം കെട്ടിപ്പൊക്കി. അത് കഴിഞ്ഞാണ് വർക്ക് നിന്ന് പോയത്. വീണ്ടും നമ്മൾ രാവിലെ കണ്ടിരുന്നു വർക്കുകളൊക്കെ റീസ്റ്റാർട്ടായിട്ടുണ്ട്. വർക്ക് കുറേ നാളില്ലായിരുന്നുകൊണ്ട് നല്ലപോലെ കാടും പിടിച്ചു. പുതിയ നമ്മുടെ ഫുട് ഓവർ ബ്രിഡ്ജ് കാണാം. ഇനി നമുക്ക് വണ്ടി വിടാറാകുമ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം. ഇന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സൈഡിൽ ചെറിയ തോതിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതായത് പുതിയ പാലം കുറച്ച് മുന്നിലായിട്ട് പുതിയൊരു പാലം പണിയേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ബലപരിശോധനയൊക്കെ പൂർത്തിയാക്കി അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട് അതിൻ്റെ പിയറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ സൈഡിൽ തന്നെ അധികം കാഴ്ചകളില്ല. കുറച്ച് സ്ഥലങ്ങളിലാണ് കാഴ്ചകളുള്ളത്. ആ കാഴ്ചകളുള്ള സ്ഥലം നമുക്ക് കവർ ചെയ്ത് പോകാം. അപ്പോൾ അടുത്ത് ഇനി അമരവിള സ്റ്റേഷൻ എത്തുമ്പോഴാണ് കാഴ്ചകളുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ
ഭാഗത്താണ് പുതിയ പ്ലാറ്റ്ഫോം വരേണ്ടത്. ഈ ഒരു ഭാഗത്ത് പുതിയ പ്ലാറ്റ്ഫോം നിർമ്മിച്ചതിന് ശേഷം പഴയ പ്ലാറ്റ്ഫോം പൊളിച്ചു മാറ്റി അവിടെ പുതിയ ട്രാക്ക് വരും. അതിനപ്പുറത്ത് പുതിയ പ്ലാറ്റ്ഫോം നിർമ്മിക്കും. ഇത് ലെവൽ ക്രോസ് ആണ്. അമരവിള കണ്ണൻകുഴി ഗേറ്റ് എന്ന് പറയും. സ്കൂൾ ബസ്സുകളും KSRTC ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി അടുത്തത് കാഴ്ചകൾ നമ്മുടെ ധനുവച്ചൂർ എത്തുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ധനുവച്ചപുരം സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഇവിടെ ഒരു മേൽപ്പാലം കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റേഷനിൽ ഇവിടെയാണ് മേൽപ്പാലം നിർമ്മാണം നടക്കുന്നത്. ബാക്കിയുള്ള കൺസ്ട്രക്ഷനൊക്കെ അപ്പുറത്തെ വശത്താണ്. അവിടെ പുതിയതായിട്ട് തറയോടുകൾ, അതായത് നമ്മുടെ ഇൻ്റർലോക്ക്, ഈ കാണുന്ന പോലത്തെ ഇൻ്റർലോക്കുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പില്ല. പറത്തിയാണ് പോകുന്നത്. അപ്പോൾ ധനുവച്ചപുരം സ്റ്റേഷൻ പിന്നിട്ടു. കുറച്ച് മുന്നിലായിട്ടൊരു പാലമുണ്ട്. അവിടെയും പുതിയ പാലത്തിന് വേണ്ടിയുള്ള പണിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ അവിടെ മുകളിലായിട്ടാണ് പണികളൊക്കെ നടക്കുന്നത്. നമുക്കവിടെ കാര്യമായിട്ട് കാണാൻ പറ്റില്ല. ഇവിടെ ഈ ഒരു ലെവലിൽ നിന്ന് നമ്മുടെ കൊറ്റാമം എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് അകത്തേക്കുള്ള റോഡാണത്. അവിടെയും പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം പാറശാല സ്റ്റേഷനിലെത്തുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് പാറശാല സ്റ്റേഷൻ്റെ കാഴ്ചകളുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ മുകളിലായിട്ട് ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മൾ പാറശാല വെള്ളറട റോഡിൻ്റെ മുകളിൽ, അതായത് ഇവിടെ ഈ മുകളിൽ കാണുന്ന 10 വീടുകളൊക്കെ ലെവൽ ചെയ്ത്, അതായത് പഴയ വീടുകളൊക്കെ പൊളിച്ചു മാറ്റി സ്ഥലം ഏറ്റെടുത്ത് അവിടെയൊക്കെ ലെവലിംഗ് വർക്കുകളൊക്കെ ഓൾറെഡി പൂർത്തിയായിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം, ചെറിയ രീതിയിൽ കാണാൻ പറ്റത്തുള്ളൂ. ആ വർക്കുകളൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ എൻ്റെ വണ്ടി ഇവിടെ ഉണ്ടോ? ഓക്കെ, വണ്ടിയുണ്ട്, ഹെൽമെറ്റും ഉണ്ട്. ഓക്കെ, അപ്പുറത്തെ സൈഡിലാണ് വർക്കുകൾ നടക്കുന്നത്. നമ്മുടെ പുനലൂർ വണ്ടി നമുക്ക് വേണ്ടി ഇവിടെ കാത്തു കിടക്കുകയാണ്. പുനലൂർ, കന്യാകുമാരിയിൽ നിന്ന് പുനലൂർ പോലെ പോകുന്ന വണ്ടി. അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്ട് വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഒരു കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ആൻഡ് ബൈ ഫ്രം ശ്രീനാഥ് കെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ പാറശാല സ്റ്റേഷനിൽ നടക്കുന്ന വർക്കുകളുടെ ഒരു ചെറിയ കാഴ്ച. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, റോഡൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലീനിങ് വർക്ക്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ലെവലിംഗ് വർക്കുകൾ, ഒരു ഓട്ടോ ആ പാലത്തിനടിയിൽ കൂടെ കടന്നു പോകുന്നു. അവിടെയും അത്യാവശ്യം ലെവലിംഗ് വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സ്റ്റേഷൻ്റെ സൈഡാണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് വളവ് നിവർത്തുക എന്നുള്ളതായിരിക്കാം. അപ്പോൾ നമുക്ക് ആ ഭാവിയിൽ അറിയാം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാഴ്ചകളിലൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പാറശാല സ്റ്റേഷനിൽ നമ്മുടെ നാഗർകോവിൽ എൻഡിലുള്ള കുറച്ച് ഡബിളിങ്ങിൻ്റെ കാഴ്ചകളും കൂടെ ഒന്ന് പകർത്താമെന്ന് വിചാരിച്ച്. ആക്ച്വലി ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോണ വഴി കുറച്ച് കാഴ്ചകൾ പകർത്തിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ മുകളിൽ നിങ്ങൾക്ക് ഒരു പാലം കാണാം. നമ്മുടെ സ്റ്റേറ്റിൻ്റെ 2 സ്റ്റേറ്റുകളുടെ വെൽക്കം ബോർഡ്, വെൽക്കം ടു തമിഴ്നാട് അങ്ങോട്ടും വെൽക്കം ടു കേരള ഇങ്ങോട്ടും ഉള്ള 2 പാലങ്ങളാണ് കാണുന്നത്. ഇത് പാറശാല SSP ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ലൈനിൽ നിന്ന് മാറി ലൂപ്പ് ലൈനിലേക്ക് കയറാം. മെയിൻ ലൈനിൽ നിൽക്കുന്നത് അത്ര സേഫ് അല്ലല്ലോ, വണ്ടി വരാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ
നമ്മുടെ ഓവർ റൺ ലൈനിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ എന്തായാലും വണ്ടികൾ വരില്ല. അപ്പം നമുക്ക് പതുക്കെ ആ മല കയറി മുകളിലെത്താം. രണ്ട് സൈഡിലും നടക്കാൻ വഴിയുണ്ട്. അപ്പോൾ രണ്ട് സൈഡും നിങ്ങളെ ഒന്ന് കാണിക്കേണ്ടത് കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ വഴിയിൽ കൂടെ കയറി അപ്പുറത്തൂടെ മുകളിലെത്താം. അപ്പോൾ ഇവിടെ ഈ ഒരു കാണുന്ന പഴയ പാലത്തിനടിയിൽ ഒരു ട്രാക്കിനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അവിടെ പുതിയൊരു പാലം നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. നിലവിലുള്ള പാലം പൊളിച്ചു മാറ്റി പുതിയ പാലം അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള പൈലിംഗ് വർക്കുകളൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ അവിടെ ഇരിക്കുന്നത് കാണാം. നമ്മൾ ഏകദേശം അടുത്തെത്തി. ഈ വഴി ഇങ്ങനെ മോളിൽ കയറിയിട്ട് നമുക്ക് അപ്പുറത്തൂടെ പോവാം. ഇത് നല്ല തോതിൽ പാമ്പുകളുടെ ശല്യമുള്ള ഏരിയ ആണെന്ന് കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഇവിടെയുള്ള ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പാമ്പ് ശല്യമുള്ള സ്ഥലമാണ്. ഇങ്ങനെ മുകളിലോട്ട് കയറി പോവാം. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് മുകളിലെത്തിയിട്ട് പിന്നെ കുറച്ചുകൂടെ കാഴ്ചകൾ പകർത്താം. ഇതാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. ഇവിടെ പുതിയ പാലത്തിൻ്റെ പണിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ പൊളിക്കാൻ പോകുന്ന പാലം. ഇതിൻ്റെ അപ്പുറം ഇപ്പുറമാണ് നമ്മുടെ രണ്ട് സംസ്ഥാനങ്ങളുടെ വെൽക്കം മെസ്സേജ് എഴുതിയിട്ടുള്ളത്. വെൽക്കം ടു കേരള, വെൽക്കം ടു തമിഴ്നാട്. ഇത് മൊത്തത്തിൽ പൊളിച്ച് പുതിയ പാലം നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാണുന്ന ലൈൻ ഭാവിയിൽ ഡബിൾ ആവും. പക്ഷേ കുഴുത്തുറ ഭാഗത്തോട്ടുള്ള വർക്കുകളൊക്കെ ഭയങ്കര സ്ലോ ആണ്. കാര്യമായ വർക്കുകൾ നടക്കുന്നില്ല. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് പിയറുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ അപ്ഡേറ്റ്.